മോട്ടറോളയുടെ മോട്ടോ G24 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G24 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G24 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോൺ യൂറോപ്യൻ മാർക്കറ്റിൽ 15,300 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഫുൾ HD റെസൊല്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും. 15,300 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ കുറച്ചും കൂടി നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 180 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.99 mm ആയിരിക്കും. ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ഗ്രീന്, പിങ്ക് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് 5G പ്രോസസ്സറൊന്നുമല്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള 15,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ 10,000 രൂപയ്ക്ക് താഴെ ഈ ഒരു പ്രോസസ്സർ ഓക്കെ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫോണിൽ 4 GB റാമും 128 GB ഇൻറ്റേർണലും വന്നേക്കാം. LPDDR4Xൻ്റെ റാം ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. പിന്നെ 3.5 mm മോഡി ജാക്ക് ഈ ഫോണിൽ വന്നേക്കാം. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള MyOS സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 സോഫ്റ്റ്വെയർ വരാൻ സാധ്യതയുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP f 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2 MP മാക്രോ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 8 MP f 2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ മോട്ടോ G24 പവർ എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ കൂടി വരാൻ പോകുന്നുണ്ട്. അതിൽ ഏകദേശം ഇതേ ഫീച്ചേഴ്സ് ആയിരിക്കും വരിക. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞു യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫോൺ 169 യൂറോസ് എന്ന പ്രൈസിങ്ങിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 15,300 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില അത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും മിക്കവാറും ലോഞ്ച് ചെയ്യുക. ഒരു 9,000 to 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 9,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ G24 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.